الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കണമേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കാലത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. അള്ളാഹു പറഞ്ഞല്ലോ, എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണമെന്നും അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ ദിനങ്ങൾ എന്നത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണെന്നതും നാം മനസ്സിലാക്കിയതാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് ഹാജിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 തൂണുകളാലാണ് സ്ഥാപിതമായിട്ടുള്ളത്. അതിലൊന്ന് ഷഹാദത്താണ്, മറ്റൊന്ന് നമസ്കാരമാണ്, അതുപോലെ തന്നെ സക്കാത്തും റമദാനും, ഒടുവിൽ പരിശുദ്ധ കഅബയിൽ ചെന്നുള്ള ഹജ്ജിന്റെ നിർവഹണവും. ഈ 5 പഞ്ചസ്തംഭങ്ങളാണ് ഇസ്ലാമിലുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്
പരിശുദ്ധ കഅബാലയം നിർമ്മിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു, മാനവരാശിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യുവാനുള്ള വിളംബരം നടത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറയുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിന്റെ 27-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബിയോട് അല്ലാഹു കൽപ്പിക്കുകയാണ് ഹജ്ജിനു വേണ്ടിയുള്ള വിളംബരം നടത്തുവാൻ. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നടന്നുകൊണ്ടും വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും മലമ്പാതകൾ താണ്ടിക്കൊണ്ടും എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തേറിക്കൊണ്ടും നിന്റെ വിളിക്കുത്തരം നൽകി അവർ ഈ പരിശുദ്ധ കഅബാലയത്തിലേക്ക് എത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബിയുടെ വിളികേട്ട മഹാഭാഗ്യവാന്മാർ ഈ വർഷം പരിശുദ്ധ കഅബാലയത്തിൽ എത്തിയിട്ടുണ്ട് ഹജ്ജിനു വേണ്ടി. സഹോദരങ്ങളെ, വലിയ സൗഭാഗ്യമാണ്, മഹത്തായ ഭാഗ്യമാണ്. പരിശുദ്ധ ഹജ്ജിന്റെ കർമ്മങ്ങൾ ദുൽഹജ്ജ് 8 അഥവാ നാളെ മുതൽ ആരംഭിക്കാനിരിക്കുകയാണ്. യൗമുൽ തർവിയ, ആ ദിവസത്തിൽ നാളെ മുതൽ ആരംഭിക്കാനിരിക്കുകയാണ്. മിനയിലേക്ക് ദുഹയുടെ സമയത്ത് ഹാജിമാരെല്ലാവരും കൂട്ടം കൂട്ടമായി സഞ്ചരിക്കും. അന്ന് ദുഹറും അസറും മഗ്രിബും ഇശാഉം തൊട്ടടുത്ത ദിവസത്തിലെ ഫജ്റും മിനയിൽ നമസ്കരിച്ചുകൊണ്ട് പിന്നീട് അറഫയിലേക്ക് ഹാജിമാർ നീങ്ങും. പരിശുദ്ധ അറഫ ദിനം ദുൽഹജ്ജ് 9-ന്റെ അന്ന് സുബ്ഹി നമസ്കാരത്തോടുകൂടി അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടുകൂടി പരിശുദ്ധമായ തക്ബീറിന്റെ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഹാജിമാർ ആ മണ്ണിൽ അവിടെ അവരുടെ ഇബാദത്തുകളുമായി കഴിച്ചുകൂട്ടുകയാണ്. സഹോദരങ്ങളെ, വലിയ സൗഭാഗ്യമാണ്. സ്വീകരിക്കപ്പെടുന്ന മഖ്ബൂലായ മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ സൗഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര വലിയ നേട്ടമാണ്, എത്ര വലിയ സൗഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത്. നോക്കൂ, സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിലൂടെ ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഹജ്ജ ഹാദൽ ബൈത, ആരാണോ പരിശുദ്ധ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യുന്നത്, ഫലം യർഫുസ് വലം യസ്ഫഖ്, തെമ്മാടിത്തരങ്ങളും മ്ലേച്ഛവൃത്തികളും ചെയ്യാതിരിക്കുന്നത് ആരാണോ, റജഅ കമാ വലദതുഹു ഉമ്മുഹു, അവൻ മടങ്ങുന്നത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അവർ അവരുടെ നാടുകളിലേക്ക് മടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകരിക്കപ്പെടുന്ന ഒരു ഹജ്ജ് കൊണ്ട് നോക്കൂ, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും അവനെ കാത്തിരിക്കുന്നില്ല. പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ഒരു ഉമ്മക്ക് പ്രസവിച്ച കുഞ്ഞിനെ പോലെ നാട്ടിലേക്ക് മടങ്ങുവാനും പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട് സ്വർഗത്തിന്റെ അവകാശിയായിക്കൊണ്ട് നാട്ടിലേക്ക് മടങ്ങി വരാൻ സൗഭാഗ്യമുണ്ടാകുന്ന മഹത്തായ ഇബാദത്തായിട്ടാണ് ഹജ്ജിനെ പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും ആ പ്രതിഫലം വേണ്ടേ? ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. മാത്രമല്ല, ആ കഅബാലയത്തിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും ഈ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഈ പള്ളിയിൽ ഇരുന്നുകൊണ്ട്. അതാണ് ഇന്നത്തെ ഖുത്ബ. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ആവേശത്തോടെയും ഉത്സാഹത്തോടെയും വളരെയധികം പ്രതീക്ഷയോടുകൂടിയും നാം ഓരോ വിഷയങ്ങളെയും പഠിച്ചു മനസ്സിലാക്കുക. ഹജ്ജിലൂടെ കിട്ടുന്ന പ്രധാന നേട്ടം എന്താണ്? ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ഒരു മനുഷ്യനായി തീരുക, പാപങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ സ്വർഗത്തിന്റെ അധികാരനായി തീരുക. ഈ 2 നേട്ടങ്ങൾ പ്രധാനപ്പെട്ടത്. ഇത് നമുക്കും നമ്മുടെ പള്ളിയിലിരുന്ന് നമ്മുടെ നാട്ടിലിരുന്ന് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിലൂടെ അവരവിടെ പ്രതിഫലങ്ങൾ വാരിക്കൊണ്ടുമ്പോൾ സഹോദരങ്ങളെ, ഈ അവസാനിക്കുന്ന നിമിഷങ്ങളിൽ, ദുൽഹജ്ജിന്റെ 10 അവസാനിക്കുന്ന വേളയിൽ നമ്മളും അതിനുവേണ്ടി പരിശ്രമിക്കണം. പ്രധാനമായും അറഫ ദിനമാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. മഹത്തായ ദിനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറഫയിലായിരുന്നു ആദം നബിയുടെ മുതുകിൽ നിന്നും നമ്മെ എല്ലാം ഒരു ഉറുമ്പിന്റെ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത്. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവെന്ന റബ്ബിന്റെ ചോദ്യത്തിന് നാം സാക്ഷ്യം വഹിച്ചതാണ്. അത് ഈ അറഫ മൈതാനിയിലാണ്. വലിയൊരു ചരിത്ര മുഹൂർത്തമാണ് വരാനിരിക്കുന്നത്. ആ ദിവസം സഹോദരങ്ങളെ, ഈ പറഞ്ഞ പുണ്യം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്ന ചില ഇബാദത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
തുടർന്നുള്ള ദിവസങ്ങളിലും ആ പ്രതിഫലം നേടാം. എന്നിരുന്നാലും ഈ അറഫാ ദിവസം, ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം മഗ്‌രിബ് മുതൽ ഞായറാഴ്ച മഗ്‌രിബ് വരെയുള്ള സമയം നാം ഒഴിഞ്ഞ് തയ്യാറായിരിക്കുക. നമ്മളിൽ നിന്ന് 7 ദിവസങ്ങളിൽ പിന്നിടുകയാണ്. നാളെ 8ാമത്തെ ദിവസം, മറ്റന്നാൾ 9ാമത്തെ ദിവസം. അതുകൊണ്ട് തന്നെ അറഫാ ദിവസത്തിന്റെ പ്രത്യേകതയായി നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിനത്തിൽ നരകത്തിൽ നിന്ന് അല്ലാഹു ജനങ്ങളെ മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസത്തിലും അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നരകമോചനം ലഭിക്കാൻ സാധിക്കുന്ന, സ്വർഗപ്രവേശനത്തിന് കാരണമാകും വിധത്തിൽ പ്രാർത്ഥന കൊണ്ടും ഇബാദത്ത് കൊണ്ടും സമ്പന്നമാക്കുവാൻ നമുക്ക് സാധിക്കുന്ന വലിയ നിഅമത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദിനമാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് നാം അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവുക. ചില ഇബാദത്തുകൾ ചെയ്താൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയോ മറ്റോ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ചില ഇബാദത്തുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? നാം അതിനെ സംബന്ധിച്ചൊന്ന് ആലോചിക്കുക. ഒന്നാമതായി അറഫ നോമ്പ്. എല്ലാവരും അന്നത്തെ ദിവസം നോമ്പെടുക്കുക. കുടുംബങ്ങളിലുള്ളവരോട് നോമ്പെടുക്കുവാൻ വേണ്ടി കൽപ്പിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അറഫാ ദിനത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുന്നതാണ്. ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു നൽകുന്നതാണ്. ഒന്നാമത് നോമ്പാണ് അന്നത്തെ ദിവസം, അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തത് തൗബയാണ്. അല്ലാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പള്ളിയിൽ കഴിച്ചു കൂട്ടിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുക. അല്ലാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി തേടുക. മൻ താബ ഖബ്ല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ താബല്ലാഹു അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് എപ്പോഴാണോ അന്ന് വരെ നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തൗബ വർദ്ധിപ്പിക്കുക. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അവിടുന്ന് പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മാ മിൻ റജുലിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യൻ അയാളതാ യുദ്നിബു ദംബൻ സുമ്മ യഖൂമു, അതായാൾ പാപം ചെയ്തു പോയി. സാമ്പത്തിക രംഗത്ത് പാപം ചെയ്തു, ധാർമ്മിക രംഗത്ത് പാപം ചെയ്തു, ഏതു മേഖലയിലാകട്ടെ അവനൊരു പാപം ചെയ്തു പോയി. എന്നിട്ട് അവനതാ സുമ്മ യഖൂമു, രാത്രിയിൽ എഴുന്നേൽക്കുകയാണ്. പശ്ചാത്താപ മനസ്സോടുകൂടി അവൻ എഴുന്നേൽക്കുകയാണ്. ഫയഖതഹറു, എന്നിട്ട് അവൻ വുദൂ ചെയ്തുകൊണ്ട് ശുദ്ധിയാവുകയാണ്. സുമ്മ യുസല്ലി റകഅതൈനി, എന്നിട്ട് 2 റകഅത്ത് നമസ്കരിച്ചുകൊണ്ട് സുമ്മ യസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് അവൻ പാപമോചനം തേടുകയാണ്. അല്ലാഹുവേ, എനിക്ക് സംഭവിച്ചു പോയ ഈ പാപം നീ എനിക്ക് പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായ രാത്രിയിൽ അവൻ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു, അല്ലാഹു അവന് പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാപം പൊറുക്കപ്പെട്ട അവസ്ഥ തൗബയിലൂടെ നേടിയെടുക്കാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ആലി ഇംറാനിലെ 135ാമത്തെ വചനം പാരായണം ചെയ്യുകയാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലബൂ അൻഫുസഹും, ആരെങ്കിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി അവനതാ എന്നിട്ട് അല്ലാഹുവിനെ ഓർക്കുകയാണ്. ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ട് അവൻ അവന്റെ പാപത്തിന്റെ പേരിൽ അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരാണുള്ളത്? അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 135ാമത്തെ വചനത്തിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ അറഫാ ദിനത്തിൽ ഒന്ന് നമ്മൾ നോമ്പെടുക്കുക. 2, ആത്മാർത്ഥമായി ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞുകൊണ്ട് അവനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. പ്രിയമുള്ളവരെ, തിങ്കളാഴ്ച ദിവസമാണ് നമ്മുടെ മരണമെങ്കിൽ ആ ഞായറാഴ്ച ദിവസത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഈ നിലയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കത് ലാഭമാണ്, നേട്ടമാണ്.
അതുകൊണ്ട് തന്നെ എന്റെ അവസാനത്തെ അറഫയാണ്, എന്റെ അവസാനത്തെ ദുൽഹജ്ജാണ് എന്ന ബോധ്യത്തോടു കൂടി നാം അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക. എത്ര പാപങ്ങളാണ് നമ്മുടെ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക. അതുപോലെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന വേറെ ചില ഇബാദത്തുകളുണ്ട്. 6 കാര്യങ്ങൾ പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന വിശാലമായ ഒരു ഹദീസ് ശ്രദ്ധിച്ച് കേൾക്കുക. നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാൻ വൈകിപ്പോയി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരാൻ വൈകിപ്പോയതാണ്. احتبس عنا رسول الله صلى الله عليه وسلم ذات غداة من صلاة الصبح. സുബ്ഹി നമസ്കാരത്തിന് പ്രവാചകൻ വൈകിപ്പോയി. അദ്ദേഹം പറയുന്നു, ഹത്താ കിദ്നാ നതറാഅ ഐന ശംസ്. എത്രത്തോളം ചോദിച്ചാൽ സൂര്യൻ ഉദിക്കാനായിട്ടുണ്ട്, അത്രയും നേരം വൈകിപ്പോയി. അന്നേരം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറജ സരീഅൻ ഫദുബിബ ബിസ്സലാത്ത്. പ്രവാചകൻ നേരം വൈകിയതറിയുകയാണ്. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് ഓടി വരുന്നു. ആ നേരത്ത് സ്വഹാബാക്കൾ വളരെ വേഗത്തിൽ ഇഖാമത്ത് കൊടുക്കുകയാണ്. ഫസല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതജവസ ഫീ സ്വലാത്തിഹി. സാധാരണ പ്രവാചകൻ സുബ്ഹി നേരത്തെ വന്ന് നമസ്കരിക്കലാണ്. പക്ഷേ വൈകിയതിന്റെ പേരിൽ ദൈർഘ്യം കുറച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി നമസ്കരിച്ചു. ഫലമ്മ സല്ലമ, എന്നിട്ട് സലാം വീട്ടിയതിനു ശേഷം ഉച്ചത്തിൽ സ്വഹാബത്തിനെ വിളിക്കുകയാണോ, സഹാബത്തെ അലാ മസാഫകും കമാ അൻതും, നിങ്ങൾ എങ്ങനെയാണോ സൊഫിലുള്ളത് അതുപോലെ നിങ്ങൾ ആ സൊഫിൽ തന്നെ ഇരിക്കൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ഞങ്ങളുടെ നേരെ പ്രവാചകൻ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അമാ ഇന്നി സഉഹദ്ദിസുകും മാ ഹസബനി അൻകുമുൽ ഗദാത്. എന്തുകൊണ്ടാണ് സുബ്ഹി നമസ്കാരത്തിന് ഞാൻ വൈകിയെത്തിയത് എന്ന് നിങ്ങൾക്കറിയുമോ? അതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ്. അന്നീ ഖുംതു മിനൽ ലൈലി, ഞാൻ രാത്രിയിൽ സാധാരണ നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേറ്റു. ഫതവല്ലഅതു ഫസല്ലൈതു മാ ഖുദ്ദിറനി, എന്നിട്ട് ഞാൻ വുളുവെടുത്ത് ശുദ്ധിയായി എനിക്ക് നിശ്ചയിക്കപ്പെട്ട നമസ്കാരം ഞാൻ അവിടെ നമസ്കരിച്ചു. അങ്ങനെ ഇരിക്കെ ഫനഅസ്തു ഫീ സ്വലാത്തി, എന്റെ നമസ്കാരത്തിൽ എന്നെ ഉറക്കം ബാധിക്കുകയാണ്, എനിക്ക് ഉറക്കം തൂങ്ങുകയാണ്. ഫസ്തഖൽതു ഫഇദാ, അങ്ങനെയതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞിട്ട് അല്പം കിടന്നു. അങ്ങനെ പ്രവാചകൻ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിലതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണുകയാണ്. അവിടുന്ന് പറയുന്നു, ഫഇദാ അന ബിറബ്ബി തബാരക വ തആല ഫീ അഹ്സനി സൂറത്തിൻ, ഏറ്റവും മനോഹരമായ രൂപത്തിൽ, ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഞാൻ എന്റെ റബ്ബിനെ സ്വപ്നത്തിൽ കണ്ടു. ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ പറയുകയാണ്, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് അസ്മാഉ വസിഫാത്തുകളിൽ കൃത്യമായ ദൃഢതയുള്ള മുഅ്മിനീങ്ങൾക്ക്, ജനങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹുവിനെ ഒറിജിനൽ രൂപത്തിൽ തന്നെ സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കുമെന്ന് ഉലമാക്കൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലാഹു ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും മനോഹരമായ രൂപത്തിൽ അഥവാ ഒറിജിനൽ രൂപത്തിൽ ഞാൻ എന്റെ റബ്ബിനെ കണ്ടു. അല്ലാഹു എന്നോട് ചോദിച്ചു, യാ മുഹമ്മദോ, മുഹമ്മദേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകുകയാണ്, റബ്ബി ലബ്ബൈക, അല്ലാഹുവേ ഞാനിതാ നിനക്ക് വിളിക്കുത്തരം നൽകിയിരിക്കുന്നു. വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ്, ഫീമാ യഖ്തസിമുൽ മലഉൽ അഅല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കുകയാണ്, മലഉൽ അഅലയിൽ എന്താണ് ചർച്ചയെന്ന് നബിയെ താങ്കൾക്ക് അറിയുമോ? മലഉൽ അഅല എന്ന് പറഞ്ഞാൽ ഉന്നതന്മാരായ മലക്കുകളുടെ സംഘം ഉൾക്കൊള്ളുന്ന കേന്ദ്രമാണ്. ആ മലായികത്തുകളാണ്, ആ സംഘമാണ്. അവിടെ എന്തിനെ സംബന്ധിച്ചാണ് ചർച്ച നടക്കുന്നതെന്ന് നബിയെ താങ്കൾക്ക് അറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി റബ്ബി
അല്ലാഹുവേ എനിക്കറിയില്ല അല്ലാഹുവേ. അങ്ങനെ 3 തവണ ഈ ചോദ്യം അല്ലാഹു ചോദിച്ചു. അവിടെ എന്താ ചർച്ചയെന്നറിയുമോ? പ്രവാചകൻ ഉത്തരം നൽകി, എനിക്കറിയില്ല അല്ലാഹുവേ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറയുകയാണ്, ഫറഅയ്തുഹു വദഅ കഫഹു ബൈന കതിഫയ്യ ഹത്താ വജദ്തു ബർദ അനാമിലിഹി ബൈന തദിയ്യ. അല്ലാഹുവിന്റെ 2 കരങ്ങളും എന്റെ 2 തോളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിരലുകൾ എന്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ചപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് റഹ്മത്ത് ഇറങ്ങുകയാണ്, വിജ്ഞാനം ചൊരിയുകയാണ്, തണുപ്പ് അനുഭവപ്പെടുകയാണ്. പ്രത്യേകം സ്നേഹമുള്ളവരെ ഇങ്ങനെ അടുത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് നിർത്തി. എന്നിട്ടതാ ഫതജല്ലാലി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ചെയ്തതിനു ശേഷം എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെട്ടു, എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നിട്ട് വീണ്ടും അല്ലാഹു ചോദിച്ചു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുത്തരം നൽകി. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഫീമാ യഖ്തസിമുൽ മലഉൽ അഅല, എന്താണ് മലഉൽ അഅലയിൽ നടക്കുന്ന ചർച്ചയെന്ന് താങ്കൾക്ക് അറിയുമോ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതേ ബിൽ ഗഫാറാത്തി, ചില ഇബാദത്തുകൾ ചെയ്താൽ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്ന ചില ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തിനെ കുറിച്ചാണ് അല്ലാഹുവേ ആ മലഉൽ അഅലയിൽ സംസാരം നടക്കുന്നത്, ചർച്ച നടക്കുന്നത്. അല്ലാഹു ചോദിച്ചു, മാഹുന്ന, ഏതാണ് അതൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയുകയാണ്, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സഹോദരങ്ങളെ, നിത്യ ജീവിതത്തിൽ നാം ചെയ്യുന്ന ചില കർമ്മങ്ങളാണ്. ശ്രദ്ധയില്ലെങ്കിൽ, നിയത്തില്ലെങ്കിൽ ആ സൗഭാഗ്യമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ ഇബാദത്തുകളെ അറഫ ദിനത്തിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കുക. അവിടുന്ന് പറഞ്ഞു, എന്താണെന്നറിയുമോ? മശീഉൽ അഖ്ദാമി ഇലൽ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരിക എന്നത് പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് കാരണമാകുന്ന ഒരു ഇബാദത്തായി മലഉൽ അഅലയിൽ ചർച്ച നടക്കുന്നു. വീണ്ടും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 6 കാര്യങ്ങളുണ്ട്. വൽ ജുലൂസു ഫിൽ മസാജിദി ബഅദ സ്വലാത്തി, ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കാത്തിരുന്നാൽ ആ സമയമത്രയും ഇരിക്കുന്നത് കൊണ്ട് അയാളുടെ പാപങ്ങളൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. മൂന്നാമതായി പറയുന്നു, വഇസ്ബാഉൽ വുദൂഇ ഫിൽ മക്റൂഹാത്ത്, പ്രയാസം നിറഞ്ഞ സന്ദർഭങ്ങളിൽ വുദൂ നന്നായി പൂർണ്ണമായി ചെയ്യുക എന്ന കർമ്മം പാപങ്ങളെല്ലാം പുറത്തു കിട്ടുന്നതിന് കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, ഇത് എവിടെ നടന്ന ചർച്ചയാണ്? ആര് നടത്തിയ ചർച്ചയാണ്? ആരാണിത് പറഞ്ഞു തരുന്നത്? ഈ മിമ്പറിന്റെ ചുവട്ടിലിരുന്ന് ഈ മഹത്തായ ഇബാദത്തുകളെ കുറിച്ച് കേൾക്കാനുള്ള സൗഭാഗ്യമുണ്ടായിട്ടും അതിനെ ശ്രദ്ധിക്കാതെ, ഗൗനിക്കാതെ, അലസമായി, അശ്രദ്ധമായി ജീവിച്ചു മരിച്ചാൽ എത്ര വലിയ നഷ്ടക്കാർ നാം. ആലോചിക്കുക. മറ്റൊരു റിവായത്തിൽ ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻ ഫഅല ദാലിക ആശ ബിഖൈർ, ആരെങ്കിലും ഇത് ചെയ്താൽ, നടന്നു വരാൻ സാധിച്ചിട്ടും വണ്ടിയിൽ കയറി വരുന്നവരെ നമുക്ക് പ്രതിഫലം നഷ്ടമാകുന്നില്ലേ? പുറത്തേക്ക് നമസ്കാരം കഴിഞ്ഞു പോയി പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലാഞ്ഞിട്ടും നാം പുറത്തേക്ക് ഇറങ്ങി പോവുകയല്ലേ, മറ്റൊരു വഖത്തിന് വേണ്ടി കാത്തിരിക്കാതെ. തണുപ്പിന്റെ സന്ദർഭത്തിൽ, ആ നിലക്കുള്ള സന്ദർഭങ്ങളിൽ വുദൂ നന്നായി ചെയ്യുവാൻ അവസരം ഉണ്ടായിട്ടും രാത്രിയിൽ വുദൂ ചെയ്യാതെ കിടന്നുറങ്ങുന്നവരല്ലേ നാം. ശ്രദ്ധിക്കുക, ആരെങ്കിലും ഇപ്രകാരം ചെയ്താൽ, അങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ ആശ ബിഖൈരി, അവൻ ഖൈറിലാണ് ജീവിക്കുന്നത്, വമാത ബിഖൈരി, അവൻ ഖൈറിലാണ് മരിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വകാന മിൻ ഖതിഅതിഹി കയൗമി വലത്തുഹു ഉമ്മുഹു, ഇപ്രകാരം പ്രവർത്തിച്ചാൽ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങളെല്ലാം അവന് പുറത്തു കിട്ടുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സ്വപ്നം തീർന്നില്ല. വീണ്ടും അല്ലാഹു ചോദിക്കുകയാണ്, സുമ്മ ഫീമ, പിന്നെന്തൊക്കെയാണ്? ഈ 3 കാര്യങ്ങൾ അറഫാ ദിനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നാം പള്ളിയിൽ മാക്സിമം ആ ഒരു ദിവസം കഴിച്ചുകൂട്ടാനായി പരിശ്രമിക്കുക. ഒരു വഖത്ത് കഴിഞ്ഞ് അടുത്ത വഖത്തിന് വേണ്ടി കാത്തിരിക്കൂ, വുദൂ നന്നായി ചെയ്യൂ, അങ്ങനെ ആ ഇബാദത്തിനെ നിർവഹിക്കൂ. വീണ്ടും അല്ലാഹു ചോദിച്ചു, പിന്നെന്താണ്? ആ മലഉൽ അഅലയിലെ ചർച്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്ആമു തുആം, പാവങ്ങൾക്കും ആവശ്യക്കാർക്കും ഫഖീറന്മാർക്കും ഭക്ഷണം നൽകുക എന്ന കർമ്മമാണ്. പള്ളിയിലിരിക്കൂ,
നോമ്പ് തുറക്കാൻ അന്നത്തെ വിഭവമായി കുടുംബത്തിലെയോ മറ്റോ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണങ്ങൾ എത്തിക്കൂ. ആ പ്രതിഫലവും നാം നേടിയെടുക്കൂ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദീനുൽ കലാം, സംസാരത്തെ നൈർമല്യമുള്ളതാക്കുക. ഏറ്റവും നല്ല നിലക്ക്, ഏറ്റവും മനോഹരമായ രൂപത്തിൽ ജനങ്ങളോട് സംസാരിക്കുവാൻ നാം ശ്രമിക്കുക. അത് നമ്മുടെ അമലിലും ഉണ്ടാകണം. അങ്ങനെ സംസാരത്തെ നന്നാക്കുന്നവൻ അവന്റെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. മാനവരാശി കിടന്നുറങ്ങുന്ന വേളയിൽ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അവന്റെയും പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവിടെ നടന്ന ചർച്ച എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അല്ലാഹു ചോദിച്ചു, നബിയെ താങ്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അല്ലാഹുവേ എനിക്ക് ഖൈറായ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ സൽക്കർമ്മം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വതർക്കൽ മുൻകറാത്ത്, തിന്മകൾ വെടിയുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വഹുബ്ബൽ മസാകീൻ, പാവങ്ങളെ സ്നേഹിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വഅൻത ഗഫറലി, നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. വഇദാ അറദ്ത ഫിത്നതൻ ഫീ ഖൗമി, അല്ലാഹുവേ നീ ഒരു നാട്ടിൽ ഫിത്ന ഉദ്ദേശിച്ചാൽ, പരീക്ഷണം ഉദ്ദേശിച്ചാൽ, ഫതവഫനി ഗൈറ മഫ്തൂൻ, ആ പരീക്ഷണം ബാധിക്കാത്തവനായി എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. വഅസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക, അല്ലാഹുവേ ഞാൻ നിന്നോട് നിന്റെ സ്നേഹം ചോദിക്കുകയാണ്, നീ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹവും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഹുബ്ബ അമലി യുഖർരിബു ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയുന്ന ഇബാദത്തുകളും കർമ്മങ്ങളും നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കഴിഞ്ഞ് എഴുന്നേറ്റ് പള്ളിയിൽ വന്നിരുന്നു പറഞ്ഞ കാര്യമാണ്. വഹിയാണ് ആ സ്വപ്നം. അതുകൊണ്ട് തന്നെ ആ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക. അതിനുശേഷം സഹാബാക്കളോട് പറഞ്ഞു, ഇന്നഹാ ഹഖുൻ, അത് സത്യമാണ്, ആ സ്വപ്നം സത്യമാണ്, ആ കാര്യങ്ങളൊക്കെയും സത്യമാണ്. ഫദ്റുസുഹാ, നിങ്ങളത് നന്നായി പഠിക്കണേ. സുമ്മ തഅല്ലമുഹാ, എന്നിട്ടത് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഹദീസിൽ 6 കാര്യങ്ങളാണ് പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതിനായി, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആയിത്തീരുന്നതിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഇബാദത്തുകൾ. അത് ജമാഅത്തിന് പള്ളിയിലേക്ക് നടന്നു പോവുക, 2 നമസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക, മഗ്രിബ് കഴിഞ്ഞാൽ ഇശാഇന് വേണ്ടി കാത്തിരിക്കൂ, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, ഫോണിൽ കളിച്ചുകൊണ്ടല്ല, ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്. 3ാമത്തത് പ്രയാസമുള്ള വേളകളിലും നാം വുദൂ ചെയ്യുക. എത്ര പേരാണ് രാത്രി വുദൂ ചെയ്ത് കിടന്നുറങ്ങുന്നത്? തണുപ്പാണ്, മഴയാണ്, ഒക്കെയാണ്. വുദൂ ചെയ്ത് ആരൊക്കെയാണ് കിടന്നുറങ്ങുന്നത്? സഹോദരങ്ങളെ, എത്ര വലിയ എളുപ്പമുള്ള കാര്യമാണ് വിശ്വാസികൾക്ക്. അല്ലാത്തവർക്ക് അത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ രാത്രിയിൽ വുദൂ ചെയ്യൂ, പ്രയാസത്തിന്റെ വേളകളിൽ വുദൂ ചെയ്യൂ. പാവങ്ങളൊക്കെ പുറത്തു തരും, പാവങ്ങൾക്ക് ഭക്ഷണം നൽകൂ. അറഫാ ദിനത്തിൽ പള്ളിയിൽ ഇബാദത്തുമായി കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതമെടുത്ത് അന്നത്തെ നോമ്പുതുറ പാവങ്ങൾക്കും ആവശ്യക്കാർക്കും നിർവഹിക്കൂ. പാവങ്ങളൊക്കെ പുറത്തു തരും. സംസാരം നല്ലതാക്കൂ. എല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയിൽ നമസ്കരിക്കൂ. ഈ ഇബാദത്തുകളൊക്കെ വീട്ടിലിരുന്ന്, പള്ളിയിലിരുന്ന് ചെയ്താൽ ഹാജിമാർക്ക് കിട്ടുന്ന പ്രതിഫലവും അല്ലാഹ് നമുക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നാം പരിശ്രമിക്കുക. അതേപോലെ മറ്റൊരു ഇബാദത്താണ്, നോക്കൂ, നമസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ പറഞ്ഞാൽ കടലിന്റെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഗുഫിറത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിന്റെ തിരമാലകൾ അതിങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന നുരകളിലെ പതയില്ലേ, അത്രയും പാപങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് പാപങ്ങളൊക്കെ പുറത്തു തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റോടുകയാണ്. ഒരു കോൾ വന്നു, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, അത്യാവശ്യമല്ലെങ്കിൽ.
സഹോദരങ്ങളെ, എന്നിട്ടും അതെല്ലാം ഒഴിവാക്കി ദിക്റില്ലാതെ അദ്കാറുകളില്ലാതെ എഴുന്നേറ്റ് പോകുന്ന നമ്മൾ എത്ര ദൗർഭാഗ്യവാന്മാർ. അള്ളാഹു അത്തരം ആളുകളിൽ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പാപങ്ങൾ പുറത്തു കിട്ടുന്ന മറ്റൊരു പുണ്യമാണ് വിശാലമായ ഹദീസിൽ ആ വരി മാത്രം ഞാൻ പറയട്ടെ. സ്വദഖ എന്ന് പറയുന്നത് വെള്ളം തീയെ അണച്ചു കളയുന്നത് പോലെ സ്വതക്ക എന്നത് നമ്മുടെ പാപങ്ങളെ പൊറുക്കുന്നതിന് അള്ളാഹു കാരണമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അറഫാ ദിനത്തിൽ പള്ളിയിലെ ഇബാദത്തുമായി കഴിച്ചുകൂട്ടുമ്പോൾ തന്നെ ദാനം ചെയ്യൂ. ആവശ്യക്കാർക്കും അതർഹതപ്പെട്ടവർക്കും ദാനം ചെയ്യൂ. അങ്ങനെ ഈ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ഇബാദത്തുകളെ ആ ഒറ്റ ദിവസത്തിൽ സംഗമിപ്പിച്ച് ഒരുമിച്ച് കൂട്ടി അങ്ങനെ ഏതെങ്കിലും വകുപ്പിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടിയാൽ നാം സൗഭാഗ്യവാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം സമയങ്ങളെയും സന്ദർഭങ്ങളെയും അവസരങ്ങളെയും ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ യുസീബുൽ മുഅ്മിനു, ഒരു വിശ്വാസിയായ മുഅ്മിനായ മനുഷ്യനെ ബാധിക്കുന്നില്ല എന്ത് മിൻ വസബിൻ, അതായത് തുടർച്ചയായി ഉണ്ടാകുന്ന വേദനകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വലാ സഖബിൻ, നന്മകൾ പ്രവർത്തിക്കുമ്പോഴും ഹലാലുകൾ തേടുമ്പോഴും ഉണ്ടാകുന്ന ക്ഷീണം, അതും ഒരു മുസ്ലിമിനെ ബാധിക്കുന്നില്ല. വലാ ഹസനിൻ, ചെറുതാണെങ്കിലും ശരി ഒരു വേദനയും ഒരു മുഅ്മിനിനെ ബാധിക്കുന്നില്ല. അതുപോലെ ഹത്തൽ ഹമ്മി യുഹമ്മുഹു, വെറുക്കപ്പെട്ട കാര്യങ്ങൾ കാരണത്താൽ ഉണ്ടാകുന്ന വേദന, അങ്ങനെ ഇതൊന്നും തന്നെ ഒരു മുഅ്മിനിനെ ബാധിക്കുന്നില്ല. ഇല്ലാ കുഫിറ ബിഹി മിൻ സയ്യിആതിഹി, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടല്ലാതെ. അവിടെയൊക്കെ നിയ്യത്തിനെ നന്നാക്കിക്കൊണ്ട് ഈ വേദന, ഈ പ്രയാസം, ഈ ബുദ്ധിമുട്ട്, ഈ രോഗം എന്റെ പാപം പൊറുക്കാൻ കാരണമാകുന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടങ്ങളിലൊക്കെ ക്ഷമിക്കും എന്ന ബോധ്യത്തോടു കൂടി അതിനെ നേരിട്ടാൽ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അങ്ങനെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായി ഈ ദുനിയാവിൽ നിന്ന് വിട പറയുവാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ കാണുന്ന ഒരു ദിനം വരാനിരിക്കുന്നു. പാപങ്ങൾ പൊറുക്കപ്പെട്ടവരുടെ കർമ്മരേഖയും പാപങ്ങൾ പൊറുക്കാത്തവരുടെ കർമ്മരേഖയും ഇരുകരങ്ങളിലും ആകുന്ന ഒരു ദിനം വരാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയാ. വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിലെ പരലോക നാളിൽ സൂറത്ത് ഹാഖയുടെ 19-ാമത്തെ വചനം മുതൽ അല്ലാഹു പറയുകയാണ്, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അന്ന് വലത് കരങ്ങളിൽ ഗ്രന്ഥങ്ങൾ, രേഖകൾ വാങ്ങുന്നവരുണ്ടാകും. അവർ പറയുകയാണ്, ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയാ, എന്റെ ഗ്രന്ഥമൊന്ന് വായിച്ചു നോക്കൂ, എന്റെ രേഖയൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കർമ്മരേഖയുമായി ആളുകൾക്കിടയിൽ അവർ ചുറ്റിത്തിരിയുന്നതാണ്. എന്നിട്ട് അവർ പറയും, ഇന്നീ ظننت أني ملاق حسابيا, ഇങ്ങനെ ഒരു പരലോക നാൾ വരാനുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു മനസ്സിലാക്കിയിരുന്നു. ഞാൻ എന്തൊരു അമൽ ചെയ്യുമ്പോഴും ഒരു പരലോകം വരാനുണ്ട്, എന്റെ കർമ്മരേഖ എന്റെ കൈകളിൽ കിട്ടുന്ന ഒരു ദിനം വരാനുണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കുമെന്ന്. ഈ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗ്ഗങ്ങളിലായിരിക്കും. ഖുദൂഫുഹാ ദാനിയ, അവിടുത്തെ പഴവർഗ്ഗങ്ങൾ അവർക്ക് പറിച്ചെടുക്കുമാർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. കുലൂ വശ്റബൂ ഹനീആ, ആ വിശ്വാസികളോട് അല്ലാഹു പറയുകയാണ്, കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്തുകൊള്ളൂ. എന്തുകൊണ്ടാണ് ബിമാ അസ്ലഫ്തും അയ്യാമിൽ ഖാലിയ, ബിമാ അസ്ലഫ്തുൽ അയ്യാമിൽ ഖാലിയ ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന
കാലഘട്ടത്തിൽ ഈ ദിനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്തവരെ, നിങ്ങൾ ആനന്ദത്തോടെ സുഖിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഈ പഴവർഗ്ഗങ്ങളൊക്കെ തിന്നുകയും ആസ്വദിക്കുകയും ചെയ്തുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നതാണ്. അതേ സന്ദർഭത്തിൽ അതാ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാത്ത കർമ്മരേഖയുമായി ഇവിടെ നിന്ന് മരിച്ചു പിരിയുന്ന മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യന്മാർക്കും അവരുടെ രേഖകൾ കയ്യിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ അത് കിട്ടുമ്പോൾ അങ്ങനെ അവരുടെ ഗ്രന്ഥങ്ങൾ അവരുടെ ഇടത് കരങ്ങളിൽ കിട്ടുമ്പോൾ അവർ പറയുകയാണ്, അല്ലാഹുവേ, ഈ ഗ്രന്ഥം, ഈ രേഖ എനിക്ക് കിട്ടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ വിചാരണ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആ മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ സമ്പത്തൊന്നും എനിക്ക് ഉപകരിച്ചില്ല. എന്റെ അധികാരങ്ങളൊന്നും എനിക്ക് ഉപകരിച്ചില്ല. അന്നേരം മലക്കുകൾ വിളിച്ചു പറയുകയാണ്, നരകത്തിന്റെ കാവൽക്കാർ വിളിച്ചു പറയുകയാണ്, അവനെ പിടിച്ചു ബന്ധനത്തിലാക്കൂ, നരകത്തിലേക്ക് വലിച്ചെറിയൂ, 70 മുഴം നീളമുള്ള ഇരുമ്പിന്റെ ചങ്ങലയിൽ അവനെ ബന്ധിപ്പിക്കൂ എന്ന് നരകത്തിന്റെ കാവൽക്കാർ വിളിച്ചു പറയുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ കർമ്മരേഖ, അതിൽ പാപങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാനായി പരിശ്രമിക്കുക. ചെയ്തുകൂട്ടിയ അപരാധങ്ങളൊക്കെയും കർമ്മരേഖയിൽ സൂക്ഷിച്ച് പരലോകത്തെത്തിയാൽ വമ്പിച്ച നഷ്ടമാണ്. പിന്നീട് ഒരു റിട്ടേൺ ഇല്ല, മടക്കമില്ല, നന്നാകാനും പ്രവർത്തിക്കാനും അവസരമില്ല. ഇതാണ് അവസരം, ഇതാണ് അവസരം, ഇതാണ് അവസരം. ഏറ്റവും നല്ല സുദിനത്തിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നത്. അറഫയുടെ ദിനത്തിലേക്കാണ് നാം കാലെടുത്തു വെക്കുന്നത്. അതുകൊണ്ട് അറഫാ ദിനത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി, ഇബാദത്തുകളുമായി അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി കരഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടൂ. ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപം പൊറുക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ, ഹജ്ജിന്റെ ആ മണ്ണിലെത്തിയില്ലെങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കത് നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നാം കഴിച്ചുകൂട്ടുക. അല്ലാഹുവിന്റെ വാഗ്ദാനം, വിശ്വസിച്ചവർക്കും അമൽ സ്വാലിഹാത്ത് ചെയ്തവർക്കുമുള്ള അല്ലാഹുവിന്റെ വാഗ്ദാനം, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് പാപമോചനമുണ്ട് എന്നതും വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നതുമാണ്. സഹോദരങ്ങളെ, സത്യമാണിതെല്ലാം. അതുകൊണ്ട് തന്നെ ബോധപൂർവ്വം ജീവിതത്തെ ഏറ്റവും നല്ല നിലക്ക് ചിട്ടപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അറഫാ ദിനത്തിൽ ഏറ്റവും മനോഹരമായി ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുവാൻ നാം ഓരോരുത്തരും അധ്വാനിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു അത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 7 മണിക്ക് പെരുന്നാളിന്റെ അന്ന് കൃത്യം 7 മണിക്ക് ഇവിടെ ഈദ് മുസല്ല ഉണ്ടാകും, നമസ്കാരം ഉണ്ടാകും. എല്ലാവരും കുടുംബത്തോടൊപ്പം ഇവിടെ വന്ന് പങ്കുകൊള്ളുവാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു എല്ലാ നന്മകളിലും ഖൈറാത്തുകളിലും മുന്നേറുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ മസ്ജിദിനു വേണ്ടി ദാനം ചെയ്യുക, ചിലവഴിക്കുക. ഒരു വെള്ളിയാഴ്ചയും ഈ മിമ്പറിൽ നിന്ന് വിളംബരം ഉണ്ടായില്ലെങ്കിലും നിങ്ങളത് പ്രത്യേകം ഓർക്കുക. അള്ളാഹു അത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 10 ദിനങ്ങളുടെ എല്ലാ ഹൈറും നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ കർമ്മരേഖയുമായി അള്ളാഹനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അർഹം മൗതാനാ വ മൗതൽ മുസ്ലിമീൻ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعلنا هداة مهتدين غير ضالين ولا مضلين. اللهم استر عوراتنا وآمن روعاتنا واكفنا ما أهمنا وقنا شر ما نتخوف. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. وأقم الصلاة. الله أكبر، الله أكبر. أشهد أن لا إله إلا الله. أشهد
جهنم